പാലക്കാടേക്ക് അവിടെ നിന്നൊക്കെ മാറിയ ഒരു ചിത്രമാണ് പാലക്കാടുള്ളത്. അതെ. പാലക്കാട് ടൗൺ മുതൽ അങ്ങോട്ട് പോയാൽ മാറിയ ചിത്രങ്ങൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. നമുക്ക് പാലക്കാട് പോകുമ്പോഴും അറിയാം ആൾക്കാരുടെ ഒരു പൾസ് എന്ന് പറഞ്ഞാൽ പാലക്കാട് ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ശോഭ സുരേന്ദ്രൻ്റെ പേര് മാത്രമേ പറഞ്ഞ് കേൾക്കാനുള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ പോയ സമയത്തൊക്കെ ആൾക്കാരോട് ചോദിക്കുന്ന ദിവസം ഒരു മാറ്റം വരട്ടെ, മാറ്റം വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ട ഒരു സമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം അവിടെ എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അവിടുത്തെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ സ്ത്രീകളോട് പോലും നമ്മൾ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഇക്കാര്യത്തിൽ ഒരു ഡൗട്ടുള്ളതാണ്. ശരിക്കും അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംഭവം. ചിലർ പറയുന്ന അയാൾ വീട് പണിത് കൊടുത്തതിൻ്റെ അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ കേരളത്തിൽ അല്ലാതെ ചർച്ച ചെയ്യുന്ന ഒരു ഇത്തരത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്ക് പാലക്കാട് ചെന്നപ്പോൾ ഒരു വലിയ സംശയം തോന്നി. ഒന്നത്. രണ്ടാമത്തെ ശോഭാ സുരേന്ദ്രൻ ഒരു മാറ്റം വരട്ടെ എന്ന് വന്നിട്ടുള്ളൊരു സംഗതിയിൽ ശോഭാ സുരേന്ദ്രൻ ഇത്തവണയെങ്കിലും ജയിക്കട്ടെ. കാരണം ഇപ്പോൾ BJP 2ാം സ്ഥാനത്താണ്. കഷ്ടിച്ചാണ് കഴിഞ്ഞ തവണ ഷാഫി ശ്രീധരൻ്റെ കയ്യിൽ നിന്ന് 3000 സംതിങ് എത്രയോ വോട്ടുകൾക്ക് മാത്രമാണ് അത് നേടിയത്. അപ്പം അങ്ങനത്തെ ഒരു സാധ്യത ശരിക്കും പാലക്കാട് വളരെ ഇതിൽ നിൽക്കുന്നുണ്ട്. കാരണം BJP എപ്പോൾ വേണമെങ്കിലും പൊങ്ങി വന്നേക്കാം. CPM-ന് ഇടതുപക്ഷത്തിന് വീണ്ടും മുന്നോട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. കോൺഗ്രസിന് ആ മണ്ഡലം നിർത്തുമോ, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ആ മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ പാലക്കാരെ സംബന്ധിച്ച് മലമ്പുഴയും ഭയങ്കര ഇതിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം മലമ്പുഴയും ഇതേപോലത്തെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഈ 2ാം സ്ഥാനത്താണ് ഈ BJP-യുടെ ഒരു പൊസിഷൻ. അതുപോലെ തന്നെ പല പഞ്ചായത്തുകളും മലമ്പുഴയിലാണെങ്കിലും അതെ, കോങ്ങാട് ഉള്ള പ്രദേശങ്ങളിലാണെങ്കിലും ഒക്കെ അത് ഒരു പഞ്ചായത്ത് ഉൾപ്പെടെ ഇവർ പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. BJP-ക്കാരുടെ അത് മുഴുവനായിട്ട് പിടിച്ചെടുക്കുന്ന തിത്തറ പോലത്തെ പഞ്ചായത്തുകളൊക്കെ മുഴുവനായിട്ട് പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം എങ്ങനെ ഈ പാലക്കാട് എന്ന് പറയുന്ന സാധനം വേറൊരു ബെൽറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ RSSൻ്റെ ഒരു വലിയ വളർച്ച ആ പ്രദേശത്തുണ്ടായെന്ന് പറയുന്നു. CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും അങ്ങോട്ടൊരു കൊഴിഞ്ഞു പോക്കുണ്ടായെന്ന് പലപ്പോഴും പറയപ്പെടുന്നു. അങ്ങനെയൊക്കെ നിൽക്കുകയുള്ളൂ. അപ്പോൾ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നമുക്ക് ഭയങ്കര എങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം? ശ്രീധരനിലേക്ക് പോരണം. എൻ്റെ കൂടെ ഒരു സംശയം. നെന്മാറ ഇപ്പം ഞാൻ പറയുന്നത് നെന്മാറ പോലും ഒരു അടിയൊഴുക്കുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ അത്രയും ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളൊന്നുമല്ല നെന്മാറ. ലെഫ്റ്റിനൊപ്പം നിൽക്കുമ്പോഴും ഉരുക്ക് വോട്ടെന്നൊക്കെ പറയാം നമുക്ക് ലെഫ്റ്റിൻ്റെ. പക്ഷേ എനി ടൈം ഇതൊരു ഒഴുക്ക് വന്നാൽ അടിയോട് ഒളിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പാലക്കാടിൻ്റെ ഒരു ചിത്രം. നെന്മാറ ഉൾപ്പെടെ നമ്മൾ അങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് രാധാകൃഷ്ണൻ ഉള്ള സമയത്താണ് നമുക്ക് ആ മണ്ഡലം LDFൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. പക്ഷെ ആ മണ്ഡലത്തിൽ പോലും ഇനി എങ്ങനെയായിരിക്കും പ്രതികരണം എന്നുള്ളൊരു സ്ഥലത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഈ പാലക്കാട് ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ അവർ കേട്ട ചോദ്യം അയ്യപ്പൻ്റെ കാര്യമാണ്. ബാക്കി ഒരു മണ്ഡലത്തിൽ പോകുമ്പോൾ എല്ലാത്തിനേക്കാളും പാലക്കാട്ടുകാരും തൃത്താലക്കാരും ഒക്കെയാണ് ശബരിമല വിഷയം നമ്മളോട് സംസാരിക്കുക, നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ ആ ഒരു സാധനം അവിടെ എത്രത്തോളം ഇപ്പോഴും ഒരു മുറിവ് ആയിട്ടുണ്ടോ, അതെങ്ങനെ എഫക്ട് ചെയ്യും, അത് ആർക്ക് ഗുണം ചെയ്യും എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഒരു. അപ്പം ഒന്നും കൂടെ ചിത്രത്തിലേക്ക് പോകണം. പിന്നെ ഇപ്പം ഈ പാലക്കാടിൻ്റെ ചിത്രം ഈ ശോഭയ്ക്ക് ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ ഉണ്ടല്ലോ, എനിക്കിതിന് ആ ചിത്രത്തിന് ചെറിയൊരു മാറ്റം ഈ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് പറയാം. ഏകദേശം ഇന്നുമൊക്കെ. കാരണം അവിടെ രമേശ് പിഷാരടി വരുന്നതും അവിടെ ഒരു ഇളക്കം വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവിടുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. കാരണം അതിന് മുമ്പ് സ്ഥാനാർത്ഥി ആരാന്നുള്ള സംശയം ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിഷാരടിയുടെ പേര് പറയുമ്പോൾ തന്നെ പാലക്കാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിഷാരടി വരികയും കോൺഗ്രസ്സുകാർ കുറച്ചും കൂടിയൊക്കെ സ്ട്രോങ് ആവുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്ന ഒരു മേൽക്കൈയിൽ കുറച്ചൊക്കെ ഇളക്കം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനോട് അവിടെ BJP പോയി ഒറ്റക്കെട്ടായിട്ടുള്ളൊരു പിന്തുണയൊന്നും ഇല്ല. കാരണം പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ, ഒരു MLA ആവുകയാണെങ്കിൽ അത് തിരിച്ചടിയാകുന്നത് ആ പാർട്ടിയുടെ തന്നെ ഉള്ളിലുള്ള ചില സീനിയർ നേതാക്കന്മാർ മുതൽ അവിടുത്തെയുള്ള യുവതാരങ്ങൾക്ക് വരെ അസംതൃപ്തി ഉണ്ടാകുന്നു. അപ്പോൾ ആ രീതിയിൽ പല ഘടകങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു ഘടകമാണ്. അപ്പം പാലക്കാട് അവർ വലിയ രീതിയിൽ പറയുമ്പോൾ പോലും ആ പാർട്ടിക്കുള്ളിലെ പിണക്കങ്ങൾ അവിടെ ശോഭയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് എനിക്കില്ല. അപ്പൊ ആ രീതിയിലും കൂടെ പിഷാരടി അല്ല വോട്ട് പിടിക്കും. ഞാൻ അതെ വോട്ട് പിടിക്കുന്നല്ല, വോട്ട് പിടിക്കില്ല തള്ളിക്കളഞ്ഞു. പക്ഷെ വിജയപ്രദേശിലേക്ക് വരുമ്പോൾ ആ ഘടകങ്ങളും കൂടി നോക്കണം. ഈ പറയുന്ന പിഷാരടി. രണ്ടാമത്തെ കാര്യം, മലമ്പുഴയിലേക്ക് വരുമ്പോൾ മലമ്പുഴയിലും ഈ കൃഷ്ണകുമാർ തന്നെയാണ് മത്സരിക്കുന്നത്. അവിടെ BJP 2ാം സ്ഥാനത്ത് വരുന്നു. സുരേഷാണ് PS-ന്റെ പൈതൃകം അവകാശപ്പെടുന്ന സുരേഷാണ്. സുരേഷ് ഒരു PS-ന്റെ സ്റ്റാഫ് മാത്രമായിരുന്നു. ഒരു സുരേഷ് വന്ന് നിൽക്കുമ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോഴും മലമ്പുഴയിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഈ പറയുന്ന അത്ര വലിയൊരു ഇളക്കം വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അടുത്ത കാര്യം, പാലക്കാടിലേക്ക് പോകുമ്പോൾ ഒറ്റപ്പാലത്ത് ഈ CPM-ൽ ഇത്തവണത്തെ വിഭാഗീയത തെക്ക് മുതൽ വടക്ക് വരെ വരുമ്പോൾ PK ശശി എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. ശശിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു സംഘത്തിലൊരു കോട്ട് ഉണ്ടായിരുന്നല്ലോ. കാരണം
ഇടതുപക്ഷത്തിന് അങ്ങനെ കോട്ടകളൊന്നുമില്ല, ഏത് കോട്ടയും തകരാവുന്ന കോട്ടകളൊക്കെ ഉള്ളൂ എന്നുള്ളത് ശശി തന്നെയാണ് പറയുന്നത്. ഇന്നലെ വരെ CPM-ലുണ്ടായിരുന്ന ശശിയാണ് പറയുന്നത്. പിന്നെ ഉള്ള 2 പ്രദേശങ്ങൾ ഈ ആലത്തൂരുള്ളത്, ഇപ്പം ആലത്തൂരാണ് നെന്മാറയിലേക്ക് ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടെ കെ ബാബു നെന്മാറയിൽ അവിടെ സൈലന്റ്. പക്ഷെ കഴിഞ്ഞ ദിവസം കെ ബാബു പുതിയ പിന്നെ പ്രേമനുമായിട്ട് അവർ ഒരുമിച്ചിലാണ് ബൈക്കിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. അതൊക്കെ പരിഹരിച്ചു. അപ്പൊ ഈ പറയുന്ന പോലെ പാലക്കാട് നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിനെ വളരെയധികം സഹായിക്കുന്ന പാലക്കാട് മാറ്റരുത് ഒരു ജില്ല. അപ്പം ഈ പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പാലക്കാട് നമുക്ക് പാലക്കാട് വലിയ ജില്ലയാണ്. ഇപ്പം നമ്മൾ ആലത്തൂരും അല്ലെങ്കിൽ ചിറ്റൂർ, പാലക്കാട് പ്രദേശങ്ങളൊക്കെ തമ്മിൽ പല തരത്തിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് കൾച്ചറലി ഡിഫറെൻ്റ്. ഇപ്പോൾ തൃക്കാല വേറെ സൈഡിൽ നിൽക്കുന്നു, മറ്റേ ഈ മലപ്പുറത്തിൻ്റെ ോട് ചേർന്ന് കിടക്കുന്നു. അതെ, ഇപ്പോൾ മലപ്പുറത്തിനോട് ചേർന്ന് കിടക്കുന്നത്, തൃശ്ശൂരിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, അങ്ങനെ 3 തരത്തിൽ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മളവിടെ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രന് അതിശക്തമായ സാന്നിധ്യമാണ്. ശോഭാ സുരേന്ദ്രൻ വരുമ്പോഴാണ് ആദ്യമായിട്ട് BJP 2ാം സ്ഥാനത്തേക്ക് വരുന്നത്. അതിനു മുമ്പ് BJP 2ാം സ്ഥാനത്തല്ല 3ാം സ്ഥാനത്താണ്. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു രംഗപ്രവേശം അവിടെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. BJP അണികൾക്ക്, ഇപ്പോൾ കൃഷ്ണകുമാറിനെ പോലുള്ള ആളുകൾക്ക് പോലും പറ്റാത്ത കാര്യങ്ങൾ സാധിക്കുന്നൊരു ആളാണ് ശോഭാ സുരേന്ദ്രൻ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന മാതിരി അവിടെ RSSൻ്റെയും BJPയുടെയും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സവർണരല്ല. അവിടുത്തെ ഒരു OBC ബെൽറ്റാണ് മറ്റ് RSSൻ്റെ പരമ്പരാഗതമായിട്ടുള്ള RSSൻ്റെയൊക്കെ ഒരു വോട്ട് ബാങ്ക്. ടൗണിലെ ഈ പറയുന്നതിൽ സവർണർ പൊതുവെ ആരാണ് ജയിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ ഷാഫിയുടെ ഒപ്പമായിരുന്നു ഈ പാലക്കാട്ടെ ഒരു കൂട്ടമായിട്ടുള്ള സവർണ ആളുകളുണ്ടായിരുന്നു ഒരു സമയത്ത്. അതവർ അടുത്ത സമയത്ത് ചിലപ്പോൾ മാറ്റുള്ളൂ. അങ്ങനെ അവർക്ക് മാറ്റാനായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കാലത്ത് അതിന് മുമ്പ് കൃഷ്ണദാസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണദാസിൻ്റെ ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ആ രീതിയിൽ നമ്മൾ നോക്കും. എനിക്ക് അവിടെ എന്ത് തരത്തിലുള്ള ടൗണിലോ മറ്റൊരു ചലനം രമേഷ് പിഷാരടിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഉള്ളൊരു ഇത് അകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മളവിടെ വളരെ ശ്രദ്ധേയമായിട്ട് കാണേണ്ട ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റ്. മണ്ഡലത്തിൽ ഉടനീളം വേറുള്ള ഒരാളാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഇളക്കമുണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ള കക്ഷിയാണ്. അയാളുടെ ഒരു ഹോട്ടൽ ശൃംഖല കൊണ്ട് മാത്രമല്ല, അയാൾ നാട്ടിൽ വളരെ അറിയപ്പെടുന്നു. പിന്നെ റാവുത്തർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളാണ്. അവർക്ക് പാലക്കാട് മണ്ഡലത്തിൽ നല്ല ഒരു സാന്നിധ്യമുണ്ട്, സ്വാധീനവും ഉണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗുണകരമായിരിക്കും. മലമ്പുഴ ചെന്നിട്ടുണ്ടെങ്കിൽ സുരേഷ് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ആകർഷിക്കാൻ കഴിയുന്നതെന്നും എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടിന് അപ്പുറത്തേക്ക് എത്രമാത്രം വോട്ട് സുരേഷിന് ആകർഷിക്കാൻ പറ്റുന്നതെന്നും എനിക്ക് തോന്നുന്നില്ല. അത് കാരണം തന്നെ അത് മലമ്പുഴ അത്രമാത്രം ശക്തമായിട്ടൊരു ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വോട്ടിൻ്റെ മാർജിനൊക്കെ കുറയ്ക്കാനായിട്ട് കൃഷ്ണകുമാറിന് ഇതേപോലെ സുരേഷിൻ്റെ വോട്ട് കുറച്ച് വരുമ്പോഴൊക്കെ സാധിച്ചേക്കാം. എന്നതിൽ അപ്പുറത്തേക്കുള്ള അത്ഭുതമൊന്നും അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മണ്ഡലം നെന്മാറയാണ്. കാരണം നെന്മാറയിൽ ബാബുവും പ്രേമനും തമ്മിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള ചേരിപ്പോര്, ബലാബലം എത്രയോ കാലമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ബാബു മത്സരിക്കുമ്പോൾ പ്രേമൻ ഈ പറഞ്ഞ രീതിയിൽ പലതരത്തിലുള്ള അടിയൊഴുക്കുകൾ സൃഷ്ടിച്ചിരുന്നു എന്നുള്ളൊരു പരാതി മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രേമനെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ട് ആദ്യത്തെ 3 ദിവസം 4 ദിവസം ബാബു വളരെ നിശബ്ദനായിരുന്നു. പുള്ളി ബാംഗ്ലൂർ മകളുടെ അഡ്മിഷൻ എന്ന് പറഞ്ഞ് പോയിട്ട് അദ്ദേഹം ഈ വലിയ വിവാദങ്ങൾ നടക്കുമ്പോഴും ബാബു UDF സ്ഥാനാർത്ഥി ആവും എന്നൊരു പ്രചരണം നടക്കുമ്പോൾ പോലും ഫേസ്ബുക്കിൽ പോലും ഒരു പോസ്റ്റ് ഇടാനായിട്ട് തയ്യാറാവാതിരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ രീതിയിൽ പാർട്ടി സംസ്ഥാന തലത്തിൽ തന്നെ ഇടപെട്ടതിന് ശേഷം ബാബുവും പ്രേമനും കൂടി ഒരുമിച്ച് അവിടെ ബൈക്കിൽ വന്നിറങ്ങുന്ന വീഡിയോയും സംഭവങ്ങളെല്ലാം രംഗത്ത് വരുന്നത്. പക്ഷെ അതൊരു പ്രശ്നങ്ങളുണ്ട്.
ആലത്തൂർ പ്രസന്നനെ പോലൊരു വളരെ ജനകീയനായിട്ടുള്ള ഒരു MLA ഈ പറഞ്ഞ 2 ടേം പൂർത്തിയാക്കിയപ്പോൾ മാറ്റിയിട്ട് പലർക്കും പ്രസന്നന് ഒരു ടേം കൂടിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നുണ്ട്. പക്ഷേ ശശി ആണ് വന്നിരിക്കുന്നത്. ശശി എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ ഒരു സാന്നിധ്യമൊക്കെ ആയിട്ടുള്ള സ്വാധീനമൊക്കെ ഉള്ളൊരു ആൾ തന്നെയാണ്. മാത്രമല്ല ആലത്തൂർ മണ്ഡലം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇടതുപക്ഷ മണ്ഡലമാണ്. ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് വീണ്ടും തൃത്താലയിൽ തന്നെയാണ്. കാരണം തൃത്താലയിൽ എന്ത് പറഞ്ഞാലും നെക്ക് ടു നെക്കാണ്. 2 ജനകീയരായിട്ടുള്ള മനുഷ്യർ, നേതാക്കൾ, സംസ്ഥാനത്ത് അറിയപ്പെടുന്ന 2 നേതാക്കൾ. ബൽറാമിനാണെങ്കിൽ കഴിഞ്ഞ തവണ തോറ്റുവെങ്കിലും തൃത്താല വിട്ടു പോയിട്ടില്ല. ബൽറാം അവിടെ തന്നെ 5 വർഷം അവിടെ തന്നെ നിന്നു, അവിടെ തന്നെ പ്രവർത്തിച്ചു. അത് കാരണം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പക്ഷെ കഴിഞ്ഞ തവണ രാജേഷ് തൃത്താലയിൽ പുതുമുഖമായിരുന്നെങ്കിൽ ഇത്തവണ പുതുമുഖമല്ല എന്ന് മാത്രമല്ല കഴിയുന്നത്ര മണ്ഡലത്തിലേക്ക് വികസനം എത്തിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും രാജേഷ്. അത് കാരണം തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് മത്സരങ്ങളിലൊന്ന് തൃത്താലയായിരിക്കും. കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും നമ്മൾ ഉറ്റുനോക്കുന്ന മണ്ഡലം തന്നെയായിരിക്കും. പാലക്കാടിലേക്ക് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് കഴിഞ്ഞ ഒരു 3 തെരഞ്ഞെടുപ്പ്, അതായത് CPM കൃഷ്ണദാസ് മത്സരിച്ച് ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് വന്ന് കൃഷ്ണദാസ് 3ാം സ്ഥാനത്തേക്ക് ആയിപ്പോയ തെരഞ്ഞെടുപ്പ് മുതൽ എല്ലാ തെരഞ്ഞെടുപ്പിലും നമുക്കറിയാം അവസാനം എണ്ണുന്നത് CPMന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലാണ്. ആ മണ്ഡലം എണ്ണുമ്പോഴാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കാറുള്ളത്. ക്രോസ് വോട്ട് ചെയ്ത് BJPയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്രോസ് വോട്ടിംഗ് ഇത്തവണ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ ചേർന്നിട്ട് ആ ബ്രിഡ്ജ് മുറിച്ചു. അവർ ഇനി ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ തരത്തിൽ ആ ബ്രിഡ്ജ് മുറിച്ചു. ആ ബ്രിഡ്ജ് മുറിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇടതുപക്ഷത്തിന് മാത്രം BJP ഇവിടെ നിന്ന് അകറ്റി നിർത്താനായിട്ടുള്ള ഒരു ബാധ്യതയുണ്ട് എന്ന് അവർ കരുതുന്നില്ല. മാത്രമല്ല മലമ്പുഴയിൽ ഈ പറഞ്ഞ രീതിയിൽ BJP 2ാം സ്ഥാനത്ത് വരുന്ന സ്ഥലത്ത് സുരേഷിനെ കൊണ്ടുവന്നോട് മത്സരിപ്പിച്ച് തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് മറിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ BJP ആളോട് ജയിക്കാൻ പോകുന്നില്ല, സുരേഷ് ജയിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ആ 2 ഒരു ഫാക്ടറുകൾ കൊണ്ട് ഈ ക്രോസ് വോട്ടിംഗ് ഇത്തവണ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൃത്താലയ്ക്ക് ഇടയ്ക്ക് വരുമ്പോൾ നേരത്തെ ധന്യ പറഞ്ഞൊരു കാര്യമില്ല, അവിടുത്തെ ഹിന്ദു വികാരം രാജേഷിനായിരിക്കത്തില്ല, അത് പൊതുവേ LDFന് എതിരെ നിൽക്കുന്ന ഒരു ഘടകവും, അപ്പുറത്ത് ഈ പൊതുവിൽ ഈ വടക്കൻ മേഖലയിലേക്ക് പറയുന്ന ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഏകീകരണവും UDFന് അനുകൂലമായാൽ അത് രാജേഷിന് വലിയ തോതിൽ പ്രശ്നം സൃഷ്ടിക്കില്ലേ? ഉറപ്പായിട്ടും മുസ്ലിം ഒരു കാര്യം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു ഉറപ്പിച്ചോ, അതിലെനിക്ക് ഒരു സംശയമില്ല. ന്യൂനപക്ഷം കൺസോൾട്ടേറ്റ് ചെയ്ത് UDFൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു 85 സീറ്റ് UDF അധികാരത്തിൽ വരും. തൃത്താല അടക്കമുള്ള എല്ലാ ഇതിലും LDF തോക്കും. ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ 1987 മുതലാണ് 5 വർഷം അടുപ്പിച്ച് LDF ഭരിക്കാൻ തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് ഒരു കാലത്തും LDF 5 വർഷം അടുപ്പിച്ച് ഭരിച്ചിട്ടില്ല. ഒരു ഗവൺമെൻറ്റും പൂർത്തിയാക്കിയിട്ടില്ല. ചെറിയ ടേംസ് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് ചരിത്രവും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ LDFൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത് മാത്രമേ LDF ജയിച്ചിട്ടുള്ളൂ. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാതെ ജയിക്കില്ല, അതിൽ ഒരു സംശയം വേണ്ട. അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ LDFന് എതിരായിട്ട് സംഭവിച്ചാൽ തോറ്റു, പരിപൂർണമായിട്ടും ഇലക്ഷൻ തോറ്റു, അതിൽ സംശയമില്ല. അതിൽ തൃത്താല അടക്കം എല്ലാത്തിലും ബാധകമാണത്. ഒരു LDFന് ഏത് ഒഴുക്കിലും അതെ ഏതെങ്കിലും തരത്തിൽ ഏതൊഴുക്കിലും പ്രശ്നമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു 50 മണ്ഡലം ഉണ്ടാവുമായിരിക്കും. ആ മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും ഇത് ജയിക്കുന്ന. ബാക്കി ഈ പറയുന്ന രീതിയിൽ 90 സീറ്റുകളിലെങ്കിലും ചുരുങ്ങിയത് ഈ പറഞ്ഞ രീതിയിൽ UDFന് അനുകൂലമായിട്ട് വരാം. ഈ കൺസോൾട്ടേഷൻ ഉണ്ടായ നമ്മൾ അത്തരമൊരു കൺസോൾട്ടേഷൻ്റെ സാധ്യതയെക്കുറിച്ച് കണ്ടിട്ടല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബലാബലങ്ങളിലാണ് നമ്മൾ നോക്കുന്നത്. ഒരു തരംഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ചർച്ചകളെല്ലാം വെറുതെ ആയി പോകും. അങ്ങനെ ചർച്ച ചെയ്തൊന്നും ഒരു പ്രസക്തിയില്ല. അതെ, ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലാത്തൊരു കാര്യം. എനിക്ക് പാലക്കാട് വരുമ്പോഴത്തേക്ക് നിങ്ങളത്ര വലിയ പ്രാധാന്യം കൊടുക്കാവുന്ന ഒരു മണ്ഡലം ആയിരിക്കത്തില്ല. പക്ഷെ എനിക്കൊരു കൗതുകം തോന്നുന്നത് ചിറ്റൂര. കാരണം ഈ ഇടതുപക്ഷത്തിൻ്റെ ആണെങ്കിലും UDFൻ്റെ ആണെങ്കിലും ഈ ഘടകകക്ഷിയിലെ മുതുക്കന്മാരുണ്ടല്ലോ, മാറില്ല എന്ന് പറഞ്ഞു. അതിൽ സ്വയം പിന്മാറിയ 2 പേരുണ്ട്. ഒന്ന് PJ ജോസഫും, ഇങ്ങോട്ട് വരുമ്പോൾ
കൃഷ്ണൻകുട്ടി. പി ജെ ജോസഫ് പിന്മാറിയത് സ്വന്തം മോന് വേണ്ടിയാണ്. മോന് വേണ്ടി കൃഷ്ണൻകുട്ടി ഇവിടുന്ന് മാറി. പുള്ളി സ്വയം ഒഴിഞ്ഞു. പുള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പുള്ളി പക്ഷെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് തുടങ്ങിയത് ഇയാൾക്ക് വേണ്ടി തന്നെ ആദ്യം തന്നെ മറ്റേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുള്ളി അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് പാലക്കാട് ഇപ്പൊ ഞാൻ പ്ലാച്ചുമടയിലൊക്കെ പോയ സമയത്ത് തന്നെ ചിറ്റൂർ പെടുന്നാണല്ലോ അദ്ദേഹം മാറി നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുള്ളിക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു ഒരു സംഭവം. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് തടസ്സമാകുന്നുണ്ട്. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പിന്നെ മുരുകദാസ് അപ്പുറത്ത് നമ്മുടെ പഴയ അച്യുതന്റെ പഴയ MLA-യുടെ മകനാണ് സുമേഷ്. അപ്പൊ സുമേഷ് ഞാനപ്പോ ഇങ്ങനെ മാറുന്നു. ഈ ചിറ്റൂര് നമ്മളത്തേക്കൊരു നമ്മൾ ഈ തമിഴ് അപ്പം ചിറ്റൂരത്തെ രാഷ്ട്രീയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ ചിറ്റൂര് ഈ എല്ലാ കാലത്തും ചിറ്റൂര് വളരെ സ്ട്രോങ് ആയത്. ഒരു കാലത്ത് ഈ പറഞ്ഞ രീതിയിൽ അച്യുതനും കൃഷ്ണൻകുട്ടിയും മാറി മാറി ജയിച്ചുകൊണ്ടിരുന്നിരുന്നു. അത് എല്ലാ അവർ ഒന്നുകിൽ പുള്ളി ഒരു മിക്കവാറും ഭരണമാർക്കാണോ അവരായിരിക്കും ജയിക്കുക. അപ്പം നെന്മാറയും അങ്ങനെ പറയണ്ട. നെന്മാറ ഈ പറഞ്ഞ രീതിയിൽ ആർക്കാണോ ഭരണം കിട്ടുന്നത് അവരുടെ കൂടെയാണ് നെന്മാറ ഉണ്ടാവുന്നത്. അതേപോലെ ചിറ്റൂരും ഉണ്ടാവാറുണ്ട്. ഈ അച്യുതൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കക്ഷിയായിരുന്നു. പുള്ളിയുടെ ഒരു കാലം കഴിയുമ്പോൾ മകൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. കൃഷ്ണൻകുട്ടിയേട്ടൻ കഴിഞ്ഞ വർഷം വളരെ പുള്ളിക്ക് വളരെ ജനകീയനായിട്ടുള്ള മനുഷ്യനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിത്തട്ടിൽ നിന്ന് ഈ കർഷക ഇതിൽ നിന്ന് മുതൽ ആരംഭിച്ച് എത്രയോ കാലമായിട്ടുള്ള ഒരു 50 വർഷത്തിന് മീതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മണ്ഡലത്തിൽ വളരെ സുപരിചിതനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം പുള്ളിയുടെ തന്നെ ഇത് വളരെ എനിക്ക് തോന്നുന്നു അതിലൊരു നമുക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു ആളാണ്. കാരണം പിന്നീട് ഏറ്റവും ഡിസർവ് ചെയ്യുന്ന പാർട്ടിയിലെ ഏറ്റവും ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു, അല്ലാതെ മക്കളെ ഒന്നുമല്ല ഇത് ഏൽപ്പിക്കുന്നത്. അങ്ങനൊരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് കാണേണ്ടതാണ്. നല്ല രസമുള്ള ഇതായിരിക്കും. പക്ഷെ അവിടെ എന്തൊക്കെ ഘടകങ്ങളാണ് ബാധിക്കാൻ പോകുന്നത്? ഈ മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഒരു ആവറേജ് പ്രകടനം ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു. പക്ഷെ പുള്ളി കൂടുതൽ ശ്രദ്ധിച്ചത് സ്വന്തം മണ്ഡലവും പരിസരങ്ങളൊക്കെ തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്നു. കൃഷിയാണ് ചിറ്റൂരൊരു പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും സംഭവങ്ങളും ഇപ്പോഴും ഉണ്ട്. നെല്ലിൻ്റെ ഈ സംഭരണ വില അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഈ കേന്ദ്രം പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ആളുകൾക്ക് പൈസ കിട്ടാത്തതെന്ന് ജനത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല. കേന്ദ്രം പൈസ തരുമോ ഇല്ല എന്നുള്ളതൊന്നും നാട്ടുകാർക്ക് അറിയേണ്ട കാര്യമില്ല. നാട്ടുകാർക്ക് അറിയേണ്ടത് അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളടക്കം ചിറ്റൂരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിറ്റൂർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരമായി. പാലക്കാട് നിർത്തി നമ്മൾ നേരത്തെ പരാമർശിച്ചു പോയതേ ഉള്ളൂ. ശശി വലിയ ഫാക്ടറാണ്. പാലക്കാരുടെ മുഖമായിരുന്നു ബേസി. എന്തൊക്കെ പറയാൻ ആരോപണങ്ങൾ നേരിട്ടാണ് ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശശിയുടെ ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നുണ്ട്. ഒറ്റപ്പാലത്ത് മാത്രം ഒതുങ്ങും ഒരു പ്രശ്നം മാത്രമാണോ അതോ എനിക്കൊന്നും അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഉണ്ടാവും തോന്നുന്നില്ല. ആ പ്രദേശത്തുണ്ടാവും. പക്ഷെ ശശി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ രാജേഷിനെ തോൽപ്പിക്കാനായിട്ട് എത്രമാത്രം ശ്രമം നടത്തിയതാണ്. ഇപ്പോൾ തൃത്താലയിൽ സമാന്തരമായിട്ട് പുള്ളി എത്രയൊക്കെ യോഗങ്ങൾ വിളിച്ചു ചേർത്തു, എത്രയൊക്കെ ഇത് ചെയ്തു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ൻ്റെ ഒരു പ്രവർത്തന രീതി വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ മുമ്പേ പുറത്താക്കപ്പെടേണ്ട ഒരാളായിരുന്നു. കാരണം അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സമാന്തരമായിട്ട് പുള്ളി നടത്തുന്ന യോഗങ്ങളും സംഭവങ്ങളും അത് ആകെ തരം താഴ്ത്തൽ മാത്രം സംഭവിച്ചോളൂ. കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലാഭകരമായ ഏറ്റവും പ്രധാനപ്പെട്ട KTDCയുടെ ചെയർമാനായിരുന്നു ശശി. എന്തിനായിരുന്നു ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം CPM ശശി ചുമന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. എന്തിനായിരുന്നു അത് ചെയ്തത്? ഇതേപോലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എത്രയോ കാലമായിട്ട് അവിടെ CPM-നെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറിക്ക് എതിരെ, രാജേഷിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഈ പറഞ്ഞ രീതിയിൽ രാജേഷിനൊക്കെ ഈ ഇരട്ട കൊലപാതകവുമായിട്ട് ബന്ധിപ്പിക്കാൻ വാളയാർ വരെ ഈ പറഞ്ഞ രീതിയിൽ ശ്രമിച്ച ആളാണ് ഈ ശശി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ആളെ ഇത്രയും കാലം അവർ തോന്നുന്നു. പക്ഷേ അതെനിക്ക് തോന്നുന്നു CPM-ന് നേരത്തെ അറിയാമായിരുന്നിരിക്കണം ഇങ്ങനൊരു പ്രശ്നം വരുന്നുണ്ടെന്ന്. അത് കാരണം തന്നെ അവർക്ക് എന്തായാലും ആ മണ്ഡലത്തിൽ
സ്വാധീനം ഉണ്ടാക്കാനായിട്ട് ശശിക്ക് പറ്റും എന്നുള്ളതൊന്നും സംശയമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് എത്രമാത്രം പറ്റുന്ന അറിയില്ല. മണ്ണാർക്കാട് പാലക്കാടല്ലേ? അതെ അതെ, മണ്ണാർക്കാട് നമ്മൾ സംസാരിക്കണമല്ലോ. കാരണം മണ്ണാർക്കാട് കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറിയ മാർജിനിൽ ജയിച്ച ഒരു മണ്ഡലമാണ്. പക്ഷെ ഇത്തവണ അവിടെ കുറച്ചും കൂടി അവർ കരുത്ത് നേരിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇടതുപക്ഷത്തിന് എനിക്ക് അവിടെയൊക്കെ ശശിയുടെ ഒരു എഫക്റ്റ് മണ്ണാർക്കാട് വലിയ കാര്യമായിട്ടുണ്ടാവാനായിട്ട് സാധ്യതയില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് ഒരു MLA തന്നെയായിരുന്നു ലീഗിന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഷംസുദ്ദീൻ്റെ ഒരു ഇതായിരുന്നു, ഒരു മണ്ണാർക്കാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയായിരുന്നു. അപ്പോൾ അതുണ്ടായിട്ടുണ്ട്. പക്ഷേ CPIക്ക് വളരെയധികം സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. അപ്പോൾ അത് കാരണം തന്നെ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. മണ്ണാർക്കാട് പക്ഷേ എല്ലാ കാലത്തും UDFന് അനുകൂലമായിരുന്നൊരു സ്ഥലമായിരുന്നു. അതിലെന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പിന്നെ പറയേണ്ട ഒരു മണ്ഡലം പട്ടാമ്പിയാണ്. പട്ടാമ്പിയിൽ എനിക്ക് CPI മൂന്നാം ഊഴവും കൂടെ മുസിന് കൊടുത്തിരിക്കുകയാണ്. പാലക്കാടിന്റെ ഒരു ചിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മത്സരത്തിലും ഒരു ടൈറ്റ് ആയിട്ടുള്ള മത്സരം സാധ്യതയുണ്ട്. BJPയുടെ ഒരു വലിയ സാന്നിധ്യം അവിടെ ഉണ്ട്. ഇത് ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ, വോട്ടുകൾ ഏത് രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്, അടിയൊഴുക്കുകൾ എത്ര സ്ട്രോങ് ആണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനിയിപ്പം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് ചിത്രം കുറച്ചുകൂടെ വ്യക്തമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബോധ്യപ്പെടുമായിരിക്കും. പക്ഷെ നമുക്ക് പാലക്കാട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏത് തരത്തിലാണ് മൂവി. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയായിരുന്നു, ട്രൈ ബ്രേക്കിലേക്ക് പോണ പോലെ നമ്മളെ. കാരണം സംസ്ഥാനം ആരാണ് ഭരിക്കണമെന്ന് ഏകദേശം തീരുമാനമായി കഴിഞ്ഞിട്ടും എല്ലാവരും വളരെ ടെൻഷനോടെ ഇരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു പാലക്കാട്. ഏറ്റവും അവസാനത്തെ ആരെന്ന രീതിയിൽ ഭരണം ആർക്കെന്ന രീതിയിൽ പോലെ തന്നെയായിരുന്നു. അത് തന്നെ ആയിരിക്കുമോ ഇത്തവണയും അവസ്ഥ? അല്ല, ഇത്തവണ നമുക്ക് ഇനി കാത്തിരുന്ന എന്തായാലും നമ്മളെന്തായാലും പാലക്കാടിന്റെ ഒരു നമുക്കറിയാവുന്ന ചിത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാലക്കാടിനൊരു ഇതാ അങ്ങനെയാ, അകത്ത് എന്ത് സംഭവിക്കുന്നുള്ളത് ഇത് ചിത്രം വെളിവാകുമ്പോൾ മാത്രമേ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ എന്താ ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാധ്യതയുണ്ട് അവിടെ. ഈ തുറന്നു പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണ്ട. ഇതിൽ നടക്കുന്നത് അവര് വേറൊരു എന്താണ് അവിടെ വർക്കാവുക എന്നുള്ളത് നമുക്ക് പിന്നീട് നമുക്കത് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. നമുക്ക് അവിടെ നിന്ന് മലപ്പുറത്തേക്ക് വരാം. മലപ്പുറം പിന്നെ എനിക്ക് തോന്നുന്നു 4 സീറ്റാണ് കഴിഞ്ഞ തവണ LDFനുണ്ടായത്. അത് പിന്നെ നിലമ്പൂർ വീണ്ടും കുറയുന്നു. ബാക്കിയെല്ലാം 12 സീറ്റ് UDFന് പോകുന്നു. 11 ലീഗിൻ്റെയാണ്. ഇനി നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയൊക്കെ നമുക്ക് അതൊക്കെ. പക്ഷെ പൊന്നാനി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മണ്ഡലമായിട്ട് നിൽക്കുന്നു. നിലമ്പൂർ വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മലപ്പുറത്തിൻ്റെ ഒരു ചിത്രത്തെക്കുറിച്ച് നമുക്ക് മലപ്പുറത്തിലേക്ക് കടക്കുന്നു കഴിഞ്ഞാൽ എനിക്ക് മലപ്പുറം നമുക്കൊന്നൊരു ഭാഗം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കിഴക്ക് മലപ്പുറം, മധ്യം, ഈ പടിഞ്ഞാറൻ മലപ്പുറം ആണെന്ന് തോന്നുന്നു ഈ ഇടതുപക്ഷത്തിന് ഒരു സ്വാധീനം. പക്ഷേ ഇടതുപക്ഷത്തിന് സ്വാധീനമല്ല, അവിടെ പടിഞ്ഞാറ് മലപ്പുറത്താണ് UDFന് അല്ലെ കോൺഗ്രസിന് സീറ്റുകളുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സിറ്റിംഗ് സീറ്റുള്ളതും ഈ പടിഞ്ഞാറ് തീരദേശ മലപ്പുറമാണെന്ന് തോന്നുന്നു. പൊന്നാനി, ബാക്കി 2 മണ്ഡലവും താനൂരും അപ്പം ആ പടിഞ്ഞാറൻ മലപ്പുറത്തിൻ്റെയും കൂടെ ഒരു മൊത്തത്തിലുള്ളൊരു മാറ്റം ഇത്തവണ ഉണ്ടാവുമോ? അല്ല, നമുക്ക് മലപ്പുറം മുസ്ലിം ലീഗാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് UDFനെ ഷോൾഡർ ചെയ്യുന്നത്. മുസ്ലിം ലീഗ് ഇല്ലാതെ UDFനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർ ജയിക്കുന്നത് പോലും ലീഗിൻ്റെ സഹായത്തോട്. ഇപ്പോൾ ഈവൻ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുന്നത് ലീഗുകാരാണ്. ഈ പറഞ്ഞ സ്വന്തം കൊടി ഉയർത്താനായിട്ട് അനുവദിക്കാത്ത കോൺഗ്രസിന് വേണ്ടി ലീഗ് എടുക്കുന്ന പണി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുതിയായിപ്പോകും. എന്ന് വെച്ചാൽ അത്തരത്തിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ആ ലീഗിനെ സംബന്ധിച്ചിടത്തോളം LDFനെ തോൽപ്പിക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അത് കാരണം തന്നെ അവിടെ പരിപൂർണമായിട്ടും പിടിച്ചടക്കാനാണ് അവർ ശ്രമിക്കുന്നത്. 16 സീറ്റും പറ്റുമെങ്കിൽ പിടിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് എല്ലാ കാലത്തും കീറാമുട്ടിയായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് പൊന്നാനിയാണ്. പൊന്നാനി പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ ഈ നൗഷാദ് അലി അല്ലെ കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ നിരന്തരമായിട്ട് പ്രവർത്തനങ്ങൾ ഗ്രൗണ്ടിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലൊരു ഇടതുപക്ഷം എന്നുള്ളത് ഈ BJPയുടെ ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണെന്നും ഈ പറയുന്ന രീതിയിൽ മുസ്ലിങ്ങളുടെ പൗരത്വം അടക്കമുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ഇടതുപക്ഷം ശ്രമിക്കുകയാണ് എന്നുള്ളൊരു നരേറ്റീവ് അവിടെ ഒരു ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് ജമാഅത്തെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരണം ആരംഭിക്കുകയും അത് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള
ഒരു പ്രചരണമാണ്. ആ പ്രചരണവും ഗ്രൗണ്ടിൽ ഉണ്ട്. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ പൊന്നാനിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഒരു മറ്റേ അവിടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു തർക്കവും സംഭവങ്ങളും നിൽക്കുന്നുണ്ട്. അത് പരിഹരിച്ചത് കഴിഞ്ഞ തവണ പൊന്നാനിക്ക് പുറത്തുള്ള നന്ദേട്ടനെ പോലെയുള്ള അറിയപ്പെടുന്നൊരു നേതാവ്, പൊന്നാനിക്കാരൻ പോലും അല്ലാത്ത തിരൂരുകാരനായിട്ടുള്ള നന്ദേട്ടനെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചിട്ടാണ്. പക്ഷേ പുള്ളിക്കാരൻ ഒരു വട്ടം MLA ആയതോടുകൂടി തുടർന്ന് മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച് കളമൊഴിയുമ്പോഴാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അഡ്വക്കേറ്റ് സക്കീർ അവിടെ മത്സരിക്കുന്നത്. പുള്ളി പറഞ്ഞ രീതിയിൽ നേരത്തെ PSCയുടെ ചെയർമാനായിരുന്നു, വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു, PSC മെമ്പറായിരുന്നു. ചെറുപ്പകാലം മുതൽ അവിടുത്തെ ഉള്ള ആളാണെങ്കിലും ഒരാൾക്ക് ഇത്രയധികം സ്ഥാനങ്ങൾ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രചരണം അവിടെ നടക്കുന്നുണ്ട്. സൈഡിലൂടെ നൗഷാദ് അലിയുടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഇത് നടക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ആയിട്ടായാലും ലെഫ്റ്റ് ആയാലും പൊന്നാനിയിൽ ഹിന്ദു സ്ഥാനാർത്ഥികളെയാണ് നിർത്തിക്കൊണ്ടിരുന്നത്. അത്ഭുതകരമായി 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ പ്രധാനമായിട്ട് പൊന്നാനിയിൽ ഏറ്റുമുട്ടുന്നത് എത്രയോ കാലമാണ്. ഇപ്പം കുറേ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മറ്റേ പൊന്നാനിയിലെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പൊന്നാനിയിൽ മറ്റ് മണ്ഡലങ്ങളിലേക്ക് അപേക്ഷിച്ച് പൊന്നാനിക്ക് ഒരു ഹിന്ദു വോട്ടിന് ഒരു സ്വാധീനമുണ്ട്. ഹിന്ദു വോട്ട് തന്നെ ഈഴവർക്ക് സ്വാധീനമുണ്ട്, അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ടുകളുണ്ട്, പിന്നെ തീരദേശ മത്സ്യത്തൊഴിലാളികളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സക്കീറിനെ കൊണ്ടുവരാനായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണയും പൊന്നാനിയിൽ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ തെരുവിൽ ഇറങ്ങിയിരുന്നു പ്രതിഷേധം. ഇത്തവണ ഇറങ്ങുമ്പോൾ അവിടെ ഈ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു ഈ ഭയങ്കരമായിട്ടൊരു മുസ്ലിം കൺസൾട്ടേഷൻ ഉള്ളൊരു ഭീഷണി ഇടതുപക്ഷം നിൽക്കുന്നത് കൊണ്ടിട്ട് അതുകൊണ്ടായിരിക്കാം ഈ ഹിന്ദു ഒരു നാമധാരിയായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിക്ക് പകരം ഒരു മുസ്ലിമിനെ തന്നെ കൊണ്ടു നിർത്തിയത്, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിന് യാഥാർത്ഥ്യം അല്ല, അങ്ങനെയില്ല. എന്ത് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളുവനാടിൻ്റെ പ്രദേശമാണ് പൊന്നാനി. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളുവനാടിൻ്റെ ഒരു ബെൽറ്റ് മുഴുവൻ പൊന്നാനി മണ്ഡലത്തിലുണ്ട്. അതായത് ഹിന്ദുക്കൾക്ക് ധാരാളം വോട്ടുള്ള മണ്ഡലമാണ്. തീരദേശമാണ് പൊന്നാനി ശരിക്കും. ആ പൊന്നാനിയുടെ മറ്റേ ബെൽറ്റിലാണ്, ഈ തീരദേശ ബെൽറ്റിലാണ് ഈ പറഞ്ഞ മുസ്ലിം സമുദായം ഉള്ളത്. പക്ഷേ ഈ 2 സമുദായത്തിനും തുല്യ പ്രാധാന്യമുള്ള സ്ഥിതിക്ക് തന്നെ അവിടെ ഹിന്ദു സ്ഥാനാർത്ഥികൾ വരാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഒരു മുസ്ലിം പേരുകാരൻ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമൊന്നും അതിൽ കാര്യമായിട്ട് ഞാനതിനെ കാണുന്നില്ല. ഒരു കൗതുകമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അവിടെ പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയായിരിക്കും പൊന്നാനിൽ നടക്കാൻ പോകുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ, നമുക്കറിയാവുന്ന പോലെ തന്നെ പഴയ തൊഴിലാളികൾ രംഗത്തിറങ്ങിയിട്ടുള്ള സ്ഥലമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊന്നാനിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ബീഡി തൊഴിലാളി സമരത്തെക്കുറിച്ചിട്ട് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VK നമ്പൂതിരി എന്നൊക്കെ പറയുന്ന ഒരു തൊഴിലാളി നേതാവാണ് ഇത് 50കളുടെ അവസാനം ഈ ഇടതുപക്ഷക്കാരുടെ തൊഴിൽ സമരം നടത്തുന്നത്. അവിടെ പാണ്ഡ്യശാലകളും ബീഡി നടത്തിപ്പിൻ്റെ ഉടമസ്ഥരെന്ന് പറയുന്നത് അവിടുത്തെ പ്രമാണികളായിട്ടുള്ള മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന ഈ നമ്പൂതിരി വിളിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് വേല വിയർപ്പുകൾ ആറും മുമ്പേ കൂലി കിടക്കണം എന്നരുൾ ചെയ്തു കൊല്ലാക്കലകൾ എതിർത്തൊരു തിരുനബി എന്ന് പറഞ്ഞിട്ട് ആണ് മുദ്രാവാക്യം വിളിച്ചത്. വെച്ചിട്ടുണ്ടെങ്കിൽ തിരുനബിയുടെ പേരിൽ മുദ്രാവാക്യം വിളിച്ചിട്ട് ഇടതുപക്ഷക്കാർ നടന്നു പോകുന്ന സ്ഥലമായിരുന്നു അത്. അങ്ങനെ ഒരു മനുഷ്യർ തമ്മിലുള്ള ഒരു ഗാഠബന്ധമുണ്ടായ ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇപ്പോൾ മറ്റേ പൊന്നാനിയിൽ ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യമായ സ്ഥലങ്ങളിലൊന്നായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ ഹിന്ദുക്കൾക്ക് വളരെയധികം മറ്റേ അവരുടെ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ എല്ലാം നിലനിൽക്കുന്നു. പിന്നെ കേരളത്തിലെ എന്ന് പറയുന്നൊരു സാംസ്കാരിക സമൂഹം മുഴുവൻ പൊന്നാനിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എന്നുള്ളതാണ്. ഈ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമുക്കിപ്പോൾ അറിയാവുന്ന സാംസ്കാരിക മേഖലകളിൽ നമ്മുടെ നർത്തകർ, നമ്മുടെ പാട്ടുകാർ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എഴുത്തുകാരെല്ലാം വന്നിട്ടുള്ള സ്ഥലമാണ് പൊന്നാനിലെ. ഒരു സ്കൂളിൽ നിന്നുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടുങ്ങിപ്പോകും. കേരളം മുഴുവൻ ഉണ്ടായത് ഇവിടെ നിന്നാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. അതേപോലെ ആണ് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ. നമുക്ക് അറിയാത്ത ഒരാളില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു കൾച്ചറൽ ഹിസ്റ്ററി ഉള്ള സ്ഥലം. അത് കാരണം തന്നെ അവിടെ എന്ത് സംഭവിച്ചാലും മത്സരം പൊളിറ്റിക്കലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബാക്കി എന്ത് പ്രചരണം നടന്നാലും പൊന്നാനിലെ മത്സരം പൊളിറ്റിക്കൽ തന്നെയായിരിക്കും. അതിനെ നമുക്ക് എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായാലും മറ്റേ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടും നമുക്കതിനെ
കാത്തിരുന്ന്. അവിടെ നമുക്ക് നിലമ്പൂരിലേക്ക് വരുമ്പോഴോ, നിലമ്പൂരായിരുന്നല്ലോ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിനകത്തൊരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത്തവണ നിലമ്പൂരിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു നിലമ്പൂർ എന്ത് പറഞ്ഞാലും കോൺഗ്രസിന് ഒരു എഡ്ജുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ്. പിന്നെ കഴിഞ്ഞ തവണ സ്വരാജ് മത്സരിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. നിലമ്പൂർ ശരിക്കും പറയണമെങ്കിൽ പല സ്ഥലത്ത് ഇടതുപക്ഷത്തിന് ഒരു പാർട്ടി മിഷണറി പോലും ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 തവണ ഈ PV അൻവർ വിജയിച്ചോടുകൂടി PV അൻവറിൻ്റെ ഒരു രീതിയിലായിരുന്നു അവിടെ കാര്യങ്ങൾ മുഴുവൻ നടന്നു വരുന്നത്. PV അൻവർ പോകുന്ന ഒരു വലിയ മെക്കാനിസം അതെ, പുള്ളിയുടെ മെക്കാനിക്സിൻ്റെ ഭാഗമായിട്ടായിരുന്നു ലെഫ്റ്റും പ്രവർത്തിച്ചത്. ലെഫ്റ്റിന് പോലെ പോക്കറ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു ഇതില്ല. പക്ഷേ ഇതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഷറഫ് അലിയെ പോലെയുള്ള ഒരു കലക്കൻ കാൻഡിഡേറ്റിനെയൊക്കെ അവരവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിന് പഴയ മാതിരി ലീഗുകാരായിട്ട് പ്രശ്നമില്ല. കാരണം ലീഗും ആര്യാടനും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലോ അല്ലെങ്കിൽ ലീഗുമായിട്ട് ഉള്ളതിനേക്കാളോ ഒക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ യുദ്ധമായിരുന്നു. 2 കൂട്ടർക്കും പരസ്പരം കണ്ടുകൂടായിരുന്നു. ആര്യാടൻ മുഹമ്മദ് ലീഗുകാരെ വർഗീയവാദികൾ എന്ന് വിളിച്ചിട്ടുണ്ട്, വിളിക്കാത്ത ചീത്തപ്പേരൊന്നുമില്ല. അത്തരം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ പക്ഷേ ലീഗും ആര്യാടൻ കുടുംബവുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. അത് കാരണം തന്നെ ഷൗക്കത്തിന് ജയിച്ചു പോരാനായിട്ട് വലിയ പ്രയാസങ്ങളൊന്നും. നമ്മൾ അവിടെ അന്വേഷിക്കുമ്പോഴും ഷറഫ് അലിക്ക് അദ്ദേഹം നല്ല മനുഷ്യനാണ്, ആൾക്കാർക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ പൊളിറ്റിക്കലി ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതും. നിലമ്പൂർ ഒരു സാധാരണ ഒരു മലപ്പുറത്തെ ഒരു UDF കോട്ട പോലെ തന്നെ ഇത്തവണ അങ്ങ് കയറിപ്പോവും. അവിടെ വലിയ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് പക്ഷെ അത്ഭുതകരമായിട്ട് തോന്നുന്നൊരു കാര്യം, എന്തിനാണ് ഈ വേങ്ങരയിൽ നിന്ന് മറ്റു കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് ഓടിപ്പോയത്? എനിക്ക് തോന്നുന്നത് അവരുടെ, ഞാനിപ്പോൾ അവിടുത്തെ ലീഗിലെ പലരും കൂടെ ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ലീഗ് പണ്ട് മുതലേ ആ ഒരു സ്ട്രാറ്റജി പിന്തുടർന്നുണ്ടായിരുന്നു. കാരണം ഒരു മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് ഒരാളെ നിൽക്കാതെ, കാരണം ഒരു മണ്ഡലത്തിൽ ഒരാൾ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ അയാൾക്കെതിരെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ചില എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകാം. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊരു തരത്തിലേക്ക് പോകുന്നില്ല. ഒരു പക്ഷെ പിന്നീട് വേണമെങ്കിൽ പറയാം, എനിക്ക് തോന്നുന്നു ഷാജിക്ക് ഒരു ഉറപ്പുള്ളൊരു സീറ്റ് ഉറപ്പിക്കുക, വേങ്ങര കൊടുത്തിരിക്കാം. അല്ല, അതിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു കാരണവശാലും ഭൂരിപക്ഷം കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകാനായിട്ട് ഇഷ്ടപ്പെടുന്ന, അത് മലപ്പുറമാണ് അവിടുത്തെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റുന്ന, കഴിഞ്ഞ തവണ ആവിധങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ സുഖമായിട്ട് ജയിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇത്തവണയും എനിക്ക് തോന്നുന്നു കുഞ്ഞാലിക്കുട്ടി വൻ ഭൂരിപക്ഷത്തിൽ മലപ്പുറത്ത് നിന്ന് ജയിക്കും. കാരണം അതായിരിക്കും, കാരണം എനിക്ക് തോന്നുന്നു കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒരു അപ്രമാദത്തിൻ്റെ ഒരു ഇളക്കവും ചോദ്യം ചെയ്യലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഞാൻ വളരെ ശക്തനാണെന്ന് കാണിക്കാനും കൂടി ഉള്ളതായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ വേങ്ങര ചിലപ്പം ഈ വോട്ട് ഭൂരിപക്ഷം കുറയാനുള്ളൊരു ചാൻസ് കൊണ്ടിരിക്കും. അത് അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന 2 ചോദ്യം, 2 മണ്ഡലങ്ങൾ വരണം ലീഗിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ തർക്കമുണ്ട്. ഒന്ന് മങ്കടയും, പിന്നെ ഉള്ളത് തിരൂരങ്ങാടിയാണ്. ഈ തിരൂരങ്ങാടിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ PMA സമീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വന്നതിനകത്താണ് കണ്ടെത്താണിയൊക്കെ. അത് സ്ഥാനാർത്ഥിത്വം പോയാൽ മാത്രമല്ല, ഈ നമുക്ക് അറിയാമല്ലോ, മറ്റേ ചന്ദ്രികയുടെ ഈ തങ്ങളെ ED ചോദ്യം ചെയ്യാൻ വരുന്നതിൻ്റെയൊക്കെ പിന്നിലെ കഥകളിൽ ഈ സമീറിൻ്റെ പേരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരാളെ സാക്ഷാತ್ തങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടൊരാളെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യമുണ്ട്. 2 ഇപ്പുറത്ത് മങ്കടയിലേക്ക് വരുമ്പോൾ മഞ്ഞളാംകുഴി അലി നമ്മൾ ഈ ലീഗിലൊരു സ്ഥിരമായിട്ട് ആരും മത്സരിക്കരുത് എന്നൊക്കെ അവിടെ ലീഗിനുള്ളിൽ ശബ്ദമുയർത്തിയ ഒരു നേതാവാണ് മഞ്ഞളാംകുഴി അലി. പക്ഷെ അദ്ദേഹം തന്നെ വീണ്ടും അവിടെ മങ്കടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അലിക്കെതിരെയും ഞാൻ ഇവരുടെ വിജയത്തെ ഇതൊക്കെ ബാധിക്കും എന്നുള്ളതല്ല, പക്ഷേ ഈ ഒരു മത്സരം അതായത് ഈ കിഴക്കൻ മലപ്പുറത്തെ ഉറച്ച ലീഗ് കോട്ടകളെന്ന് പറഞ്ഞ പോലെ പറയുന്ന 2 മണ്ഡലങ്ങളിൽ ഇത്തവണ എന്തെങ്കിലും ഒരു അല്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും മത്സരങ്ങൾ നടക്കുന്നുണ്ട്, ഒരു സംശയമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താനൂർ, തവനൂർ, പെരിന്തൽമണ്ണ, മങ്കട എന്നീ സ്ഥലങ്ങളിൽ നല്ല മത്സരം നടക്കാറുണ്ട്. ഇത്തവണ തിരൂരങ്ങാടിയിൽ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരൂരങ്ങാടിയിൽ പക്ഷേ ഒരു സുവർണാവസരമാണ് CPI കൊണ്ട് കളഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി ശരിക്കും ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തയ്യാറായിട്ട് കാത്തിരുന്നതാണ്. വൈകുന്നേരം 6 മണി വരെ കാത്തിരുന്നിട്ടും
CPI ഒരു തീരുമാനം എടുക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അജിത് കൊളാഡിയെ അവിടെ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു, പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. CPIക്ക് ആണെങ്കിൽ അതിനകത്ത് വലിയ മറ്റേ കുഞ്ഞു ജില്ലയാണെങ്കിൽ പോലും വൻ ഗ്രൂപ്പ് വഴക്കുള്ള സ്ഥലമാണ്. അജിത് കൊളാഡി വിഭാഗവും സുനീർ വിഭാഗവും അവിടെ കടുത്ത യുദ്ധത്തിലാണ്. കൊളാഡിയെ അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഒരു മണ്ഡലം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തയ്യാറാകാതെ ഒരു കൺഫ്യൂഷൻ്റെ പുറത്തിട്ടാണ് അങ്ങനൊരു സാധ്യത മങ്ങിയപ്പോഴാണ് അബ്ദുറഹ്മാൻ രണ്ടാമത്താണ് തിരിച്ച് ലീഗിലേക്ക് തന്നെ പോയത്. ആ സുവർണാവസരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPI ആയിട്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ മത്സരം അവിടെ എന്തായാലും വളരെ നന്നായിട്ട് തന്നെ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ലീഗിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗ് അസാധ്യമായൊരു കേഡർ പാർട്ടിയാണ്. അവർ എന്ത് തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളും മാറ്റിവെച്ച് ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ ഇറങ്ങുന്ന ഇലക്ഷനാണിത്. അത് കാരണം തന്നെ നമ്മൾ ഈ കാണുന്ന തരത്തിൽ ഈ പുറമേ കാണുന്ന നിസ്സാരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുൻപുണ്ടായ പ്രശ്നങ്ങളോ ഒന്നും അവരെ സംബന്ധിച്ചുള്ള ഇപ്പോൾ പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചോളം ഒറ്റ അജണ്ടയാണ് ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക. അപ്പോൾ അതിൽ അവർ ഉറച്ചു നിൽക്കും, അവരതിനു വേണ്ടി പണിയെടുക്കും. അതിൽ നമുക്ക് സംശയം വേണ്ട. അത് കാരണം തന്നെ ഈ ഓരോ സീറ്റ് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ 2 സീറ്റ് KT ജലീലിൻ്റെയും അബ്ദുറഹ്മാൻ്റെയും കയ്യിലിരിക്കുന്ന 2 സീറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് അവർ ഇത്തവണ ചെയ്യുന്നത്. അവരുടെ ഏറ്റവും വലിയ അവിടുത്തെ ലക്ഷ്യം എന്ന് പറയണമെങ്കിൽ തവനൂരും താനൂരിൽ നിന്ന് മാറി തിരൂരാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ മത്സരിക്കുന്നത്. അതേസമയം ഈ സീറ്റുകളെല്ലാം തിരിച്ചു പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയുള്ള പ്രചരണവും പ്രവർത്തനവും അവർക്ക് നടക്കും. അതിനെ മറികടക്കാനുള്ളൊരു സംഘടനാ കരുത്ത് അവിടെ ഇടതുപക്ഷത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഈ നമ്മളെപ്പോഴും ഇപ്പോൾ ഈ തവനൂരാണെങ്കിലും ഒക്കെ ഈ ഇടത് കാൻഡിഡേറ്റ് ജയിക്കുന്നു 2 ഘടകങ്ങൾ. ഒന്ന് അവിടുന്ന് ഈ ലീഗിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ UDFന്റെ ഭാഗമായിരുന്നോ ആൾക്കാരെയാണ് ഇവരിങ്ങോട്ട് കൊണ്ടുവരുന്നത്. 2 ഇവരൊക്കെ ജയിക്കുന്നത്. ഇപ്പോൾ അബ്ദുറഹ്മാൻ ആണെങ്കിലും ജലീലാണെങ്കിലും ജയിക്കുന്നത് ഈ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടിട്ടാണ്. കോൺഗ്രസിന്റെ കൂടെ വോട്ട് കിട്ടിയിട്ട് ഇവർ ജയിക്കുന്നതിനാണ് സംശയമില്ല. കാരണം പ്രത്യേകിച്ച് ഈ ഈ പടിഞ്ഞാറൻ മലപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ കോൺഗ്രസിന് കുറച്ചല്ല സ്വാധീനമുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ മലപ്പുറത്ത് ലീഗ് ഈ UDFന് വേണ്ടി മരിച്ചു പണിയെടുക്കുന്നതെന്ന് പറയും. പക്ഷേ ഈ മലപ്പുറത്ത് അതേ ഒരു താല്പര്യം ഇവിടുന്ന് കോൺഗ്രസിന് ലീഗിനോടുണ്ടോ എന്നുള്ളൊരു സംശയമല്ല, ലീഗിനോട് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആര്യാടൻ്റെ ഒക്കെ വന്നത്. ഒരു സമയത്തും കോൺഗ്രസ് അവർക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി ഒരു കാര്യം ചെയ്യില്ല. അത് ആരും സംശയിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് അവരുടെ ഗ്രൂപ്പ് അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നാടിന് പ്രയോജനം ഉണ്ടാകുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ സംഘടനയ്ക്കോ അങ്ങനെ ഉള്ള പരിപാടി അവർക്കില്ല. നമുക്കറിയാമല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സീറ്റിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ട് ക്രോസ് വോട്ട് ചെയ്ത് BJPയെ തോൽപ്പിച്ചേക്കാമെന്ന് കേരളത്തിൽ എവിടെയെങ്കിലും കോൺഗ്രസ് വിചാരിക്കും? ഒരു കാലത്ത് ഇപ്പോൾ തിരുവനന്തപുരത്തൊരു 4 സീറ്റിലെങ്കിലും ഡയറക്റ്റായിട്ട് BJP CPM മത്സരം നടക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നെക്ക് ടു നെക്ക് ഫൈറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിന് വോട്ട് ചെയ്തിട്ട് BJP തോൽപ്പിക്കുക എന്നുള്ള നിലപാടെടുക്കുമോ? ഇല്ല. നാളെ തിരിച്ച് പറ്റുമെങ്കിൽ BJPക്ക് 2 വോട്ടും കൂടി ചെയ്ത് കൊടുത്ത് ലെഫ്റ്റിനെ തോൽപ്പിക്കാനാണ് നോക്കുക. അതേസമയം നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉടനീളം മഞ്ചേശ്വരത്ത് ക്രോസ് വോട്ട് ചെയ്ത് ലെഫ്റ്റ് ജയിപ്പിച്ചിട്ടുണ്ട്, പാലക്കാട് ലെഫ്റ്റ് ജയിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കോൺഗ്രസ്സിൽ നമ്മൾ അതേപോലെ തന്നെ ലീഗിനെ ലീഗ് കോൺഗ്രസിനെ സഹായിക്കുന്നത് പോലെ ലീഗിനെ തിരിച്ച് സഹായിക്കൽ പല സമയത്തും ഉണ്ടായിട്ടില്ല. മാത്രമല്ല പല സ്ഥലത്തും ലീഗിനെതിരായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഹിന്ദു വോട്ടർമാർക്ക് പലർക്കും പല സമയത്തും അവരുടെ പല സ്ഥലങ്ങളിലും ലീഗിന് വോട്ട് ചെയ്യാനായിട്ടുള്ള മടിയുണ്ട്. ലീഗ് ഒരു കാലത്തും അത് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. അവർ UDFന് വേണ്ടി നിലകൊള്ളും. അത് തിരിച്ചിപ്പോൾ കോൺഗ്രസ് ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ തവനൂര് തവണ PS ജോയിക്കായിരിക്കും നമുക്ക്. കാരണം തവനൂര് ഒന്നാമത് കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ലീഗിന്റെ സപ്പോർട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ KT ജലീലിനെ തോൽപ്പിക്കുക എന്നുള്ളത് ലീഗിൻ്റെ അടിയന്തര ആവശ്യമാണ്. അപ്പോൾ അത് കാരണം തന്നെ അവർ അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കും ഇത്തവണ. എന്ത് റിസൾട്ടാവും നമുക്കറിയില്ല. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ അതിഗംഭീരമായിട്ട് നടക്കും.
അപ്പം മലപ്പുറം മൊത്തത്തിൽ ഒരു പക്ഷേ UDF-ലേക്ക് പോകാനുള്ളൊരു അങ്ങനെ മൊത്തത്തിൽ UDF-ലേക്ക് പോകുമെന്നൊന്നുമല്ല, പക്ഷെ ഭയങ്കര അത്ഭുതങ്ങളൊന്നും മലപ്പുറത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരാവശ്യവുമില്ല ഇതുപോലെയൊക്കെ തന്നെ പോകും. അതെ അതെ കൂടുതൽ 1-2 സീറ്റിൽ നടക്കുന്ന ചെറിയ അതെ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ എന്ത് സംഭവിച്ചാലും UDF-ന്റെ ഒരു കോട്ടയായിട്ട് തന്നെ മലപ്പുറം നിലകൊള്ളും. ഞാനിപ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു സമ്പൂർണ്ണ വിജയം UDF-ന് നേടിയാലും അത് എനിക്ക് തോന്നുന്നില്ല ഈ ഭരണത്തിനെ സ്വാധീനിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ സംഭവിച്ചിരിക്കുന്നത്. അല്ല അത് നിർണായകമാവുന്നില്ല, പക്ഷെ മലപ്പുറത്ത് മാത്രം നോക്കി മധ്യകേരളത്തിന്റെ ഈ ചിത്രം തന്നെ നോക്കുമ്പോഴേ നമുക്ക് ഈ എറണാകുളം തൃശ്ശൂർ ഉണ്ടാകുന്ന സ്വഭാവമല്ല പാലക്കാട് മലപ്പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുക. എന്നാലും അതിനകത്ത് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് വേറെ ആയിരിക്കും, വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും, ജനവികാരം ഏത് രീതിയിലേക്ക് വരും, ന്യൂനപക്ഷം ഏത് രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യും, ഇതെല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ജില്ലയാണിത് ഇതെല്ലാം. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് പല മണ്ഡലങ്ങളിലും സാധ്യത ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പോലും നമുക്കൊരു വലിയ ടൈറ്റ് ഫൈറ്റിലേക്കാണ് മധ്യ കേരളവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ആർക്കും ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുമെന്നുള്ള രീതിയിൽ അത് ഈ മലപ്പുറത്തെ കുറച്ച് മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊന്നും നമുക്ക് അത്ര ഈസി ആയിട്ടായിരിക്കില്ല രണ്ട് മുന്നണികൾക്കും എന്നുള്ളതാണ്. അതായത് BJP-യും ഫാക്ടറായിട്ട് വരുന്നു എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിലെ പോലെ തന്നെ മധ്യ കേരളത്തിലേക്ക് ചില ജില്ലകളിലെങ്കിലും BJP വലിയൊരു ഫാക്ടറായിട്ട് വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൽ ഒറ്റ കാര്യം, ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര് ഭരിച്ചാലും വലിയ ഒരു തരത്തിലുള്ള വലിയ തരംഗങ്ങൾ ആർക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഉണ്ടായാലും മലപ്പുറം എറണാകുളം ജില്ലകൾ ഒരു ജില്ല ലീഗിനും മറ്റേ ജില്ല കോൺഗ്രസിനും സാധാരണഗതിയിൽ അനുകൂലമായിട്ട് നിലകൊള്ളും. അതിപ്പോൾ ഭരണമോ തരംഗമോ ഒന്നും കാര്യമല്ല, അതങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പൊക്കെ ഇടതിന് അനുകൂലമായ ഒരു കാറ്റായിരുന്നു. അപ്പോഴും അതെ നിന്നു. മറ്റേ അവിടെയും മലപ്പുറത്തും വലിയ അത്ഭുതങ്ങളൊന്നും പാലക്കാട് തൃശ്ശൂരുമാണ് ഇതിന്റെ ഇടയിൽ അതെ പിന്നെ ഒരു നിർണായകമായ ജില്ലകള് തരംഗങ്ങൾ ബാധിക്കുക ഈ രണ്ട് ജില്ലകളെയാണ് ബാധിക്കുക.